ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3:1 എന്നാണ്. 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് കണക്കാക്കിയിട്ട് അരി എടുക്കുക. അതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക്, അത് വേറെ തന്നെ വെള്ളത്തിലിടണം, മറ്റൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് കണക്കാക്കിയിട്ട് നമ്മൾ ഉഴുന്നെടുക്കുക. ഉഴുന്ന് ഉരുണ്ട തന്നെ എടുക്കണം കേട്ടോ, ഉഴുന്നെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് അരി നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ ഉഴുന്നെടുത്തിട്ട് അതും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് അതും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വയ്ക്കുക. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും അങ്ങനെ നമ്മൾ അത് വെച്ചിരിക്കണം, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. അതിൻ്റെ ശേഷം നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കാൻ പോണത്. ഗ്രൈൻഡർ കഴുകി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചോളൂ ആദ്യം ഗ്രൈൻഡറിൽ. അതിൻ്റെ ശേഷം ആദ്യം നമ്മൾ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉഴുന്ന് ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളത്തിൻ്റെ അളവ് പാകത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവൂ. ഇടയ്ക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒരുപാട് വെള്ളം നമ്മൾ ഉഴുന്നരക്കിനയിൽ ചേർക്കരുത്. കുറച്ച് വെള്ളമായിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് നോക്കുക അരിഞ്ഞു എന്നുള്ളത്. അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ അതിന്ന് മാറ്റി വയ്ക്കുക. അരച്ച ഉഴുന്ന് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കുക. ഇനി നമ്മൾ അതേ ഗ്രൈൻഡറിലേക്ക് തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരിയും നന്നായി അരയ്ക്കുക. അപ്പോഴും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നോക്കിയിട്ട് പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉഴുന്ന് അരച്ച അത്രയ്ക്ക് അരയരുത്, എങ്കിലും നന്നായിട്ട് തന്നെ അരയണം. തീരെ അരിമണിയൊന്നും ഉണ്ടാവാൻ പാടില്ല. തൊട്ട് നോക്കിയാൽ നല്ല നേർമയായിട്ടിരിക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല അരഞ്ഞതിൻ്റെ ശേഷം ഉഴുന്ന് വാങ്ങിയ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വാങ്ങുക. നമ്മളുടെ പാത്രം ചെറുതായി പോവരുത്, കുറച്ച് വലിയ പാത്രത്തിലേക്ക് വേണം നമ്മളിത്. 3 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വളരെയധികം പൊന്തി വരും. അപ്പം അതുകൊണ്ട് പാത്രത്തിൻ്റെ വലിപ്പം പോരാച്ചെങ്കിൽ വലിയൊരു പാത്രത്തിലേക്ക് വേണം ഈ അരപ്പ് നിങ്ങൾ വാങ്ങി വയ്ക്കാൻ. ഈ പാത്രം കുറച്ച് വലിയ പാത്രത്തിലേക്കാണ് ഇത് നമ്മൾ അരച്ച് വാങ്ങേണ്ടത്. ഇതിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചില്ല വെച്ചെങ്കിൽ അത് രാവിലെ ആകുമ്പോഴേക്കും പുറത്തേക്കൊക്കെ പോകും. അപ്പം അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് ഇങ്ങനെ വക്കത്ത് വന്ന് നിൽക്കുന്ന തരത്തിൽ ആവരുത്. ഈ പാത്രത്തിൻ്റെ അര ഭാഗം മാത്രമേ മാവ് വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് വലിയൊരു പാത്രത്തിലേക്ക് നിങ്ങൾ മാറ്റുക. അതല്ല വെച്ചെങ്കിൽ ഇതിന്ന് പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതി. ഉപ്പിട്ട് നല്ലോണം ഇളക്കുക. പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കിയാൽ ഇതുപോലെ അത് പൊന്തി വന്നിട്ടുണ്ടാവും. ഇത് ഞാൻ പകുതി മാറ്റി വെച്ചിട്ട് ഇത്രയും പൊന്തി വന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി ചേർക്കുക. വേണമെങ്കിൽ ഉപ്പൊന്ന് പാകം നോക്കിക്കോളൂ. നന്നായിട്ടത് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റായ ഇഡ്ഡലി നമുക്ക് ഈ മാവ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത്ര പ്രയാസമേ ഉള്ളൂ. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമ്മൾ ആ 3:1 എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായ ഇഡ്ഡലി കിട്ടും. പിന്നെ നല്ല അരി ആയിരിക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കുന്ന അരിയൊന്നും ആവരുത്. നല്ല തമിഴ്നാട് പൊന്നി അരി തന്നെ ഉപയോഗിക്കാം ചോറ് വയ്ക്കണത്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ്.
പിറ്റേ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസം രാത്രി മുഴുവനും നമ്മൾ അങ്ങനെ തന്നെ അരിമാവ് പൊന്താൻ വേണ്ടിയിട്ട് വെക്കണം. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ഇഡ്ഡലി തട്ടിൽ നല്ല വെളിച്ചെണ്ണ കുറച്ച് പുരട്ടി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം നമ്മൾ അരിമാവ് ഒഴിക്കുക കേട്ടോ. ദോശ പോലെ ലൂസാവരുത്, എന്നാൽ ലൂസ് ഉണ്ടാവും വേണം. എന്നാലേ നമുക്ക് നല്ല ഇഡ്ഡലിയായിട്ട് കിട്ടുള്ളൂ. വെള്ളം പോലെ ആവരുത്. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് തട്ടിലും നമ്മൾ അരിമാവ് ഒഴിക്കുക. നമ്മൾ ആ സമയത്ത് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെക്കുക. കത്തിച്ചോളൂ കേട്ടോ. ഇഡ്ഡലി ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വറ്റി പോവരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളുടെ ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കൂ കേട്ടോ. ഗ്യാസിലാണെങ്കിൽ ഗ്യാസ് അടുപ്പിൽ, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ അതിൽ. ഒരു 10 മിനിറ്റൊക്കെ സമയം എടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ആവി വരാൻ നേരത്ത് ആദ്യം നമ്മൾ വെച്ച ചൂടിനേക്കാളും ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം 1200 വെച്ചിരുന്നേ, അത് 700 മാറ്റി വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 12 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മാറ്റി വെച്ചോളൂ. അതിൻ്റെ ശേഷം നമ്മൾ തണുത്ത വെള്ളം നമ്മൾ കുറച്ച് ഇതിൽ നല്ല തിളപ്പിച്ച് ആറി തണുത്തിട്ടുള്ള വെള്ളം കേട്ടോ. ആ വെള്ളം ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇഡ്ഡലിയുടെ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക. ഇഡ്ഡലി തട്ടിൻ്റെ ബാക്ക് ഒന്ന് നനച്ചു കൊടുത്താലും മതി. അപ്പോഴും നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ തട്ടിൽ നിന്ന് ഇളകിപ്പോരും. ഇനി നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം വാങ്ങാം കേട്ടോ. ഇഡ്ഡലി വാങ്ങിയെടുക്കാം. നോക്കൂ, നല്ല ഇഡ്ഡലിയാണ്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ? നമുക്കിത് 9 ഇഡ്ഡലിയാണ് ഇതിന്ന് ഒരു പ്രാവശ്യം കിട്ടുക. ഒരു തട്ട് 5 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റണതും മറ്റേ തട്ട് 4 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പം നമുക്ക് 9 ഇഡ്ഡലി ആയി. ഇനി വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെറുതായി കഴുകിയിട്ട് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെച്ചോളൂ. വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചോളൂ. കുറച്ചുകൂടി വെള്ളം ഇഡ്ഡലി ചെമ്പിൽ വെക്കണം കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ, ഇഡ്ഡലി വളരെ നന്നായിട്ടിരിക്കുന്നു. വേണമെങ്കിൽ ഒന്നെടുത്ത് പൊട്ടിച്ചു നോക്കൂ. വെറുതെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും, അത്രയും സോഫ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കൂ, കണ്ടു, നല്ല ടേസ്റ്റി ആവും കേട്ടോ. കഴിച്ചു നോക്കൂ.